വീണ്ടും വിവാദത്തിലേക്ക് ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് ട്രെയിലർ പൊളിച്ച് സോഷ്യൽ മീഡിയ. വിവാദമുണ്ടാക്കി വാർത്തകളിൽ നിറയുക എന്നതാണല്ലോ ഇപ്പോഴത്തെ സിനിമാക്കാരുടെ മെയിൻ സ്ട്രാറ്റജി. വിവേക് അഗ്നിഹോത്രിയുടെ കാശ്മീർ ഫയൽ ഹിറ്റായതോടെ തുടങ്ങിയ ട്രെൻഡാണിത്. അത് കണ്ട് സുദീപ് തോസൻ കേരള സ്റ്റോറി 1-ാം ഭാഗം ഇറക്കിയപ്പോഴും വിവാദങ്ങൾ പടത്തിനു വലിയ മൈലേജ് കൊടുത്തു. എന്നാൽ ബംഗാൾ ഫയൽസ് വന്നപ്പോൾ ആളുകൾ അത് തള്ളിക്കളഞ്ഞു. ഇതാ ഇപ്പോൾ കാമ്യാക് നാരായൺ സിംഗ് സംവിധാനം ചെയ്ത കേരള സ്റ്റോറി 2 ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങിയതിലും വേഗത്തിൽ ട്രോളന്മാർ ഇത് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ഫെബ്രുവരി 27 റിലീസിന് ഒരുങ്ങുന്ന സിനിമയുടെ പ്രമേയം ഇങ്ങനെയാണ്. കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി മതപരിവർത്തനം നടത്തി രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അപകടകരമായ വലയായി മാറുന്നു. ആദ്യ ചിത്രത്തിലേതുപോലെ വിദ്വേഷമാണ് ഇതിലും നിയലിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. ഇതിനിടെയാണ് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കുന്ന രംഗം വരുന്നത്. അത് വമ്പിച്ച ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു. ഗോദ സിനിമയിൽ ടൊവിനോ ചേട്ടൻ പറഞ്ഞതുപോലെ മലയാളികളുടെ വികാരമാണ് പൊറോട്ടയും ബീഫും. ആ നാട്ടിലേക്കാണ് ഈ ട്രെയിലർ എത്തുന്നത് എന്നൊരു വിരോധാഭാസം കൂടിയുണ്ട്. സത്യത്തിൽ ട്രോളന്മാർ ഇത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ ചർച്ചയാകുമായിരുന്നോ? സംശയമാണ്. ഗൗരവമായ ഒരു പ്രതിഷേധത്തിന് പകരം മലയാളികൾ ഇതിനെ നേരിട്ടത് ചിരിച്ചുകൊണ്ടാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ബീഫ് ചർച്ച കത്തുകയാണ്. ബീഫ് കഴിക്കുന്ന സീനിലേക്ക് ആളെ വേണമെങ്കിൽ പറയണം, നിർബന്ധിക്കാതെ തന്നെ ഞാൻ വരാം എന്നതാണ് പുതിയ ട്രോളിന്റെ ഹൈലൈറ്റ്. അതേസമയം ചിലർ ഗൗരവത്തോടെ ചോദിക്കുന്നു, ബീഫിന് എത്ര വിലയാണെന്ന് അറിയാമോ? ഇങ്ങനെ തുപ്പിക്കളയാൻ പറ്റുമോ? മറ്റു ചിലരുടെ സംശയം വേറെയാണ്. പൊറോട്ട ഇല്ലാത്തത് കൊണ്ടാണോ കുട്ടി ബീഫ് കഴിക്കാത്തത്? നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായോ? ബീഫ് കഴിച്ചുകൊണ്ട് ട്രെയിലർ കാണുന്നവരുണ്ടോ? ട്രോൾ തുടങ്ങി തമാശയായി. പക്ഷെ ചർച്ച പോയത് ഭക്ഷണ രുചി മുതൽ സംസ്കാരം വരെയാണ്. സിനിമയിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് ആക്ഷേപം ശക്തമാണ്. ഇനി കേരള സ്റ്റോറി ഒരു ബീഫ് സ്റ്റോറി ആകുമോ? കണ്ടറിയാം.